ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ടോട്ടനവും ഇന്ന് കളത്തിൽ. രാത്രി 10 നടക്കുന്ന മത്സരത്തിൽ വോൾവ്സ് ആണ് സിറ്റിയുടെ എതിരാളികൾ. രാത്രി 7 നടക്കുന്ന മത്സരത്തിൽ ടോട്ടനം ബേൺലിയെ നേരിടും. മറ്റു മത്സരങ്ങളിൽ ആസ്റ്റൺ വില്ല ന്യൂകാസിൽ യുണൈറ്റഡിനെയും ഫുള്ളാം ബ്രൈറ്റനെയും നേരിടും. ലാലിഗ പുതിയ സീസണിലെ ആദ്യ മത്സരത്തിന് നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണ ഇന്നിറങ്ങും. മയോർക്കയാണ് ബാഴ്സയുടെ എതിരാളികൾ. രാത്രി 11 മയോർക്ക തട്ടകത്തിലാണ് മത്സരം. കഴിഞ്ഞ സീസണിലെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്നും പുതിയ താരങ്ങളിലും ക്ലബിലും വിശ്വാസമുണ്ടെന്ന് മത്സരത്തിന് മുന്നോടിയായി ബാഴ്സ പരിശീലകൻ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ FC ഗോവ മത്സരക്രമം പ്രഖ്യാപിച്ചു. ഒക്ടോബർ 22 ആരാധകർ കാത്തിരുന്ന പോരാട്ടം. AFC കപ്പിലെ എവേ മത്സരത്തിലാണ് അൽ നസർ ഇന്ത്യയിലെത്തുന്നത്. FCയുടെ ഗോവയുടെ തട്ടകത്തിലാണ് മത്സരം നടക്കുക. റൊണാൾഡോ കളിക്കുന്ന കാര്യത്തിൽ തീരുമാനം പിന്നീട്. ഇതിഹാസ താരം ഇന്ത്യയിലും എത്തുന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ. KCL മത്സരങ്ങൾ കേരളത്തിൽ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് സഹായമാകുമെന്ന് സഞ്ജു സാംസൺ. മത്സരത്തിൽ ഇത്രയും കാണികളെ പ്രതീക്ഷിച്ചില്ല. മികച്ച പ്രതിഭകൾ കേരളത്തിലുണ്ടെന്നും KCL പ്രദർശന മത്സരത്തിന് ശേഷം സഞ്ജു പറഞ്ഞു. ഇങ്ങനത്തെ ഒരു മാച്ചിന് ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇത്രയും ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർ ഇത്രയും വന്ന് കളി കാണാനുള്ള താല്പര്യം കാണിച്ചതിൽ വലിയ സന്തോഷം. ഒന്നും പറയാനില്ല. നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ചസ് ഉണ്ട്. കാരണം നല്ല ക്വാളിറ്റി ക്രിക്കറ്റേഴ്സ് ഉണ്ട് കേരള ടീംസിൽ. അപ്പോൾ 6 ടീമായിട്ട് വീഴ്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല ക്വാളിറ്റി ടീംസാണ് എടുത്തിരിക്കുന്ന ഓപ്ഷനിൽ. അപ്പോൾ നല്ല ടൂർണമെൻ്റ് ആയിരിക്കും മുന്നോട്ട്. ഓസ്ട്രേലിയക്കെതിരായ അവസാന T20 ദക്ഷിണാഫ്രിക്ക ഇന്നിറങ്ങും. പരമ്പര ലക്ഷ്യമിട്ടാണ് ഓസീസും പ്രോട്ടീസും ഇറങ്ങുന്നത്. 3 മത്സര പരമ്പരയിൽ ഇരു ടീമും ഒപ്പത്തിനൊപ്പം. ഉച്ചയ്ക്ക് 2:45 കസാലിസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്കയ്ക്കും അയർലൻഡിനുമെതിരായ പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന T20 പരമ്പരയിൽ ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ടിനെ നയിക്കും. അയർലൻഡിനെതിരായ T20 പരമ്പരയിൽ ജേക്കബ് ബദേൽ നായകനാകും. അന്താരാഷ്ട്ര മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ നയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാകും ജേക്കബ് ബദേൽ.